ബഹുമാനപ്പെട്ട അബൂഷാമ റഹിമഹുല്ല പേജ് 22 മൂന്നാമത്തെ പാരഗ്രാഫിൽ തുടരുന്നു. അമ്മൽ ബിദഉൽ മുസ്തഖ്ബഹതു, അപ്പോൾ മോശമായ അനാചാരങ്ങൾ, ഫഹിയല്ലതി അറദിന നഫിയഹ ബിഹാദിൽ കിതാബി, ആ കാര്യങ്ങളെയാണ് വിരോധിക്കാൻ നമ്മളിവിടെ ഉദ്ദേശിച്ചത്. വഹിയ കുല്ലുമാക്കാന മുഖാലിഫല്ലി ശരീഅത്തി, അത് ഒന്നുകിൽ ശരീഅത്തിന് നേരാനേർക്ക് തന്നെ എതിരാണ്. പരിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, സഹാബത്തുൽ കിറാം ഇവരൊക്കെ പഠിപ്പിച്ചതിന് നേരെ എതിരായിത്തീരുന്നതൊക്കെ മോശമായ ബിദഅത്താണ്. ഔ മുൽതസിമല്ലി മുഖാലഫത്തിഹ, അല്ലെങ്കിൽ നേരാനേർക്ക് നോക്കിയാൽ അത് ഖുർആനിനോ ഹദീസിനോ എതിരല്ല, പക്ഷേ അത് ചെയ്യുന്നതിലൂടെ പരിശുദ്ധ ഖുർആനിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും സഹാബത്തുൽ കിറാമിനോടും എതിരാവൽ അതിനാൽ ഉണ്ടായിത്തീരുന്നു. അതിനാണ് നമ്മൾ നേരത്തെ കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞത്. ബഹുമാനപ്പെട്ട മാലിക് റഹിമഹുല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസരമുണ്ടായിട്ടും അന്ന് നടപ്പിലാക്കാൻ സാഹചര്യങ്ങൾ അനുകൂലമുണ്ടായിട്ടും ചെയ്യാതെ മാറ്റിവെച്ച കാര്യങ്ങളെ പുണ്യകരമാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നാം ചെയ്യുന്നത്, അതുപോലെ സഹാബത്തുൽ കിറാമിന് കിട്ടാത്ത അവർ ചെയ്യാതെ മാറ്റിവെച്ച കാര്യങ്ങളെ പുണ്യകരമാണെന്ന് വിചാരിച്ചുകൊണ്ട് നാം ചെയ്യുന്നത് തുടങ്ങിയതൊക്കെ ചെയ്യുമ്പോൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനോട് എതിരാകൽ അതിനാൽ ഉണ്ടായിത്തീരുന്നു. അഥവാ അവർക്കാർക്കും അറിയാത്തതും അവർക്കാർക്കും കിട്ടാത്തതുമായ പ്രതിഫലം നമുക്ക് കിട്ടുമെന്ന ഒരു ചിന്ത അതിലൂടെ വരുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തുൽ കിറാമും ഇവിടെ പഠിപ്പിച്ചതൊന്നും പൂർണ്ണമായിട്ടില്ല, അതിൽ പലതും വിട്ടുപോയിട്ടുണ്ട് എന്ന ഒരു സന്ദേശം അവരാരും പറയാത്തതും പഠിപ്പിക്കാത്തതും പുണ്യകരമാണ് എന്ന് പറയുന്നതിലൂടെ ഉണ്ടായിത്തീരുന്നു. അതാണ് മുൽതസിമൻ ലി മുഖാലഫത്തിഹ. ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ പരിശുദ്ധ ഖുർആനിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബത്തുൽ കിറാമിനും എതിരാവൽ അതിനാൽ ഉണ്ടായിത്തീരുന്നു. വദാലിക മുൻഖസിമുൻ, അത്തരം കാര്യങ്ങൾ ഇലാ മുഹറമിൻ വ മക്രൂഹിൻ, ചിലപ്പോൾ ഹറാമിലേക്കും ചിലപ്പോൾ കറാഹത്തിലേക്കും എത്തിച്ചേരുന്നു. വയഖ്തലിഫു ദാലിക ബിഖ്തിലാഫിൽ വഖാഇ, അത് ഒരേ കാര്യം തന്നെ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. വബി ഹസ്ബി മാ ബിഹി മി മുഖാലഫത്തി ശരീഅത്തി, എത്രമാത്രം ശരീഅത്തിനോട് എതിരാകുന്നുണ്ടോ അതിൻ്റെ തോത് അനുസരിച്ചും അത് വെറുക്കപ്പെടുന്നതും ഹറാമും ഒക്കെയായി മാറിക്കൊണ്ടേയിരിക്കും. താറത്ത് യന്തഹി ദാലിക ഇലാ മാ യൂജിബു തഹരീമ, ചിലപ്പോൾ അത് ഹറാമിലേക്ക് തന്നെ എത്തിച്ചേരും. വ താറത്തൻ ലാ യതജാവസു സിഫത്ത് കറാഹത്തി തൻസീഹി, ചിലപ്പോൾ അത് കറാഹത്തു തൻസീഹി, വെറുക്കപ്പെടുന്ന കറാഹത്തിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കും. വകുല്ലു ഫഖീഹിൻ മുവഫഖിൻ, അള്ളാഹുവിൻ്റെ പ്രത്യേക ഭാഗ്യം ലഭിച്ച എല്ലാ പണ്ഡിതന്മാരും യതമക്കനു ബി ഔനില്ലാഹി, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് സാധിക്കുന്നു മിന തമ്മീദി ബൈനൽ ഖിസ്മൈനി, ഈ രണ്ട് ഇനങ്ങളെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ. മഹുമ റസഖത്ത് ഖദമുഹു ഫി ഈമാനിഹി വ ഇൽമിഹി, അവൻ്റെ അള്ളാഹുവിനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചും സഹാബത്തുൽ കിറാമിനെ കുറിച്ചൊക്കെയുള്ള വിശ്വാസവും അവൻ്റെ വിജ്ഞാനവും ഒക്കെ ഉറക്കുന്ന കാലത്ത് പണ്ഡിതന്മാർക്ക് ആ രണ്ട് ഇനത്തെയും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാകുന്നു. ഇത് സാധിച്ചതുകൊണ്ടാണ് ബാഹ്യമായി നമുക്ക് ഒരു മോശവും ഒരു തകരാറും തോന്നാത്ത പുണ്യകരമായ രാത്രിയാണെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ട ഷാബാൻ 15 രാത്രിയിൽ ഒരു പ്രത്യേക നിസ്കാരം നിർവഹിക്കുമ്പോൾ അത് വളരെ ഖബീഹായ മോശമായ അനാചാരമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ അഖീഖത്ത് അറുക്കുന്ന ദിവസം സൂറത്തുൽ അൻആം ഓതുന്നത് പ്രത്യക്ഷത്തിൽ ഒരു തകരാറും നമുക്കതിൽ തോന്നുന്നില്ലെങ്കിലും അത് മനസ്സിലാക്കാൻ കഴിവുള്ള പണ്ഡിതന്മാർ അത് മോശമാണ് എന്ന് വിശദീകരിച്ചത് ഈ ഭാഗ്യം ലഭിച്ചതുകൊണ്ടാകുന്നു. അതുപോലെ സൂറത്തുൽ അൻആം തറാവീഹിൻ്റെ അവസാനത്തെ റക്അത്തിൽ ഓതിക്കൊണ്ട് നിസ്കരിക്കുന്നത് മോശമായ അനാചാരമാണ് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹുവിനെ പോലെയുള്ള മഹാന്മാർ വിശദീകരിച്ചത് ഈ കാര്യം യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചതുകൊണ്ടാണ്. എന്നാൽ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ചില ഹതഭാഗ്യർ നല്ലതല്ലേ നല്ലതല്ലേ എന്ന് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അല്ലാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തുൽ കിറാമും പഠിപ്പിക്കാത്തത് നല്ല കാര്യമാണ് എന്ന് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നല്ലതായ പല കാര്യങ്ങളും സഹാബത്തുൽ കിറാമിന് കിട്ടാതെ പോയിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കാതെ മൂടി വെച്ചിട്ടുണ്ട്, പരിശുദ്ധ ഖുർആൻ ഉണർത്താതിരുന്നിട്ടുണ്ട് എന്നൊക്കെ ജനങ്ങൾക്ക് തോന്നുന്ന രൂപത്തിൽ കാലാന്തരത്തിൽ സഹാബത്തുൽ കിറാമിൻ്റെ കാലശേഷം പല പല പുതിയ ആചാരങ്ങളും തുടങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ ദീന് മനസ്സിലാക്കാൻ ഭാഗ്യം ലഭിച്ച പണ്ഡിതന്മാരൊക്കെ എതിർത്തിട്ടുണ്ട്. അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് അതിനെ ഇവിടെ നിലനിർത്താൻ വേണ്ടി അധ്വാനിക്കുന്ന ചില ഹതഭാഗ്യരെ നമുക്ക് പഴയ കാലത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത്തരം ഹതഭാഗ്യർ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ അവരത് തുടർന്നുകൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഹദീസ് ബഹുമാനപ്പെട്ട അബൂ ശാമ റഹിമഹുല്ല ഈ കിതാബിൻ്റെ തുടക്കത്തിൽ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഈ കിതാബിൻ്റെ 9-ാമത്തെ പേജിൽ നാം നേരത്തെ വിവരിച്ചിട്ടുണ്ട്, എല്ലാ നബിമാരുടെയും ഉമ്മത്തിൽ ആ നബിയുടെ നിർദ്ദേശമനുസരിച്ച് ജീവിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമുണ്ടാകും. അതിനുശേഷം സുമ്മ ഇന്നഹ തഖ്ലുഫു മിൻ ബാദിഹിം ഖുലൂഫുൻ യഖൂലൂന മാ ലാ യഫ്അലൂൻ വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ. ഒരു വിഭാഗം ആളുകൾ വരും, അവർ പറയുന്നതും അവരുടെ പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അവരോട് നിർദ്ദേശിക്കപ്പെടാത്ത കാര്യങ്ങളായിരിക്കും അവരുടെ ജീവിതത്തിൽ അവർ കൊണ്ടു നടക്കുക. അത്തരം ആളുകൾ ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിനുൻ, അവരോട് ആരെങ്കിലും സ്വന്തം കൈകൊണ്ട് പോരാടിയാൽ അവൻ ഈമാനുള്ളവനാണ്. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിനുൻ, ആരെങ്കിലും അവരോട് തൻ്റെ നാവ് കൊണ്ട് പോരാടിയാൽ അവനും ഈമാനുള്ളവനാണ്. വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിനുൻ, അവരോട് ആരെങ്കിലും സ്വന്തം ഹൃദയം കൊണ്ടെങ്കിലും പോരാടിയാൽ അവനും വിശ്വാസമുള്ളവനാണ്. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദലിൻ. ഇത്തരം പുതിയ പുതിയ ആചാരങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് സഹാബത്തുൽ കിറാമിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും പരിചയമില്ലാത്ത പുതിയ പുതിയ ആചാരങ്ങൾ ദീനുൽ ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടുന്ന ആളുകളോട് ഹൃദയം കൊണ്ടെങ്കിലും വെറുപ്പ് തോന്നാത്ത മനുഷ്യന് ഈമാനിൽ നിന്ന് ഒരംശം പോലും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസ് ബഹുമാനപ്പെട്ട മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്തത് ഇവിടെ അബൂ ശാമ റഹിമഹുല്ല നേരത്തെ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ബിദ്അത്ത് ഹസനത്ത് എന്ന ഒന്ന് ഉണ്ട് എന്നും അതിൽ എന്തൊക്കെയാണ് പെടുന്നത് എന്നും ഇപ്പോൾ നാം ഇവിടെ വിവരിച്ചതിൽ നിന്ന് ശരിയായി ദീൻ മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും. മദ്രസ നിർമ്മിക്കുക, മിമ്പർ നിർമ്മിക്കുക, അതുപോലെ അറബി ഭാഷയുടെ ഗ്രാമർ നിർമ്മിക്കുക, സാഹിത്യം പഠിക്കുക, മറ്റ് ഗ്രന്ഥരചനകൾ നടത്തുക തുടങ്ങിയ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നിലനിൽക്കാൻ ആവശ്യമായ ഇന്ന് ആവശ്യമുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ആവശ്യതുമില്ലാതിരുന്നത് കൊണ്ട് മാറ്റിവെച്ചതും അന്ന് നടപ്പിലാക്കാൻ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുമായ പല കാര്യങ്ങളെയും ബിദ്അത്ത് ഹസനത്തിൻ്റെ കൂട്ടത്തിൽ പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഇവിടെ എണ്ണി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിലൊന്നും പുതിയതായൊരു നിസ്കാരമോ പുതിയതായൊരു സൂറത്തോത്തോ പുതിയതായ എന്തെങ്കിലും ദിക്റുകളോ സലാത്തുകളോ നിർമ്മിക്കലോ അങ്ങനെ തുടങ്ങി ഒരൊറ്റ കാര്യം പോലും ബഹുമാനപ്പെട്ടവർ ബിദ്അത്ത് ഹസനത്തിന് ഉദാഹരണമായി ഇവിടെ എണ്ണിയിട്ടില്ല. കൂട്ടത്തിൽ പറയത്തക്ക ഒന്ന് എണ്ണിയത് പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ഇഖ്ലാസ് എല്ലാ നിസ്കാരത്തിലും മറ്റ് സൂറത്തുകളുടെ പിന്നാലെ ഓതാൻ ഒരു സഹാബി തീരുമാനിച്ചപ്പോൾ അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു എന്നത് മാത്രമാണ്. അതാണെങ്കിൽ മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാരും തന്നെ പിന്നീട് അത് നമുക്ക് പ്രത്യേകം സുന്നത്താണ് എന്നേ പറഞ്ഞതായി നാം എവിടെയും കണ്ടിട്ടുമില്ല. അപ്പോൾ ബിദ്അത്ത് രണ്ട് വിധമുണ്ടെന്നും അതിൽ ബിദ്അത്ത് ഹസനത്ത് ഉണ്ടെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമുക്ക് തോന്നിയതൊക്കെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ആരാധനയായി കൂട്ടിക്കടത്താമെന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ മഹാന്മാരായ ഇമാം ഷാഫിഈ റഹിമഹുല്ല, അബൂ ശാമ റഹിമഹുല്ല, അതുപോലെ ഇമാം നബവി റഹിമഹുല്ല തുടങ്ങിയവരൊക്കെ പറഞ്ഞതിനെ വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്ന സത്യം സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുന്നത് അവർക്ക് നല്ലത്. പലപ്പോഴും ഇമാം നബവി റഹിമഹുല്ലാഹുവിൻ്റെ വാക്കിനെ വളച്ചൊടിച്ചുകൊണ്ട് കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, എല്ലാ പുതിയതും അനാചാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിനെ ഇമാം നബവി റഹിമഹുല്ല വിശദീകരിച്ചപ്പോൾ പുതിയതെല്ലാം അനാചാരമാണ് എന്ന് പറയുമ്പോൾ ലോകത്ത് പലതും പുതിയതായിട്ടുണ്ടാകും. നാം മുമ്പ് ഉദാഹരണം പറഞ്ഞതുപോലെ ബസ്സിൽ കയറിയിട്ട് ഇൽമു പറയാൻ പോവുക എന്ന് പറയുന്നത് പുതിയതാണ്.
ഒരു മദ്രസ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പുതിയതാണ്, അതെല്ലാം പിഴച്ചതാണ് എന്ന ഒരു തോന്നൽ ഉണ്ടാവരുത് എന്ന നിലയ്ക്ക് പുതിയതായി ഉണ്ടായ വിഷയങ്ങളിൽ ചിലതൊക്കെ നാം ആ അനാചാരത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട്. അതിന് ഉദാഹരണങ്ങൾ മഹാന്മാർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്നും ഒരു പുതിയ നിസ്കാരമില്ല എന്ന് മാത്രമല്ല, അതേ ഇമാം നവവി റഹിമഹുല്ലാ മൻ അഹദസ ഫീ ദീനിനാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ് മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ് കുല്ലു ബിദ്അത്തിൻ ളലാല തുടങ്ങിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സലാത്തുർ റഗായിബിനെ നിശ്ചിതമായി വിമർശിച്ചത് നാം മുമ്പ് ഇവിടെ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ മഹാന്മാരുടെ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് പലരും ഇവിടെ ജനങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് നാം തിരിച്ചറിയുക. അള്ളാഹു നമുക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം നിലനിർത്തി തരുമാറാവട്ടെ.